എനിക്ക് വലുതായി ഒന്നും ഉപയോഗിക്കാൻ വയ്യ. ഈ തോള് ഇവിടെ ഈ കാല് 3 ദിവസമായിട്ട് ഭയങ്കര വേദന. 3 ജോയിന്റിനും നീരും ഉണ്ട്. വേദനയെ? ആ വേദന വരെ നീ ഇന്നലെ വല്ല ഭാരമുള്ള സാധനം എടുത്തുവല്ലോ പൊക്കിയാ? ഒരു ഭാരമുള്ള സാധനം എടുത്തു. പക്ഷെ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയതാണ്. ഞാൻ ചെറിയ വേദന തുടങ്ങിയപ്പം വലിയ മൈൻഡ് ആക്കിയില്ല. ഇന്നിപ്പോ ഒരു രക്ഷയില്ല. എനിക്ക് വലുത് കൈ എടുക്കാൻ പറ്റണില്ല. ഇവിടെയൊക്കെ കൊളുത്തി പിടിക്കണം. എന്റെ മണിക്കുട്ടി, നിനക്ക് വയ്യെങ്കിൽ പിന്നെ നീ ഇത് ചെയ്യണോ? കുഞ്ഞാണ് നീ ആ പിങ്കിയെ വിളിച്ചേപ്പീര്. അവക്കും വയ്യ. അവക്കും തൊണ്ടവേദനയും പനിച്ചായ എന്ന് പറഞ്ഞ് കിടക്കണം. എല്ലാം കൊള്ളാം കേട്ടിട്ട്. ഇവിടെ എല്ലാവർക്കും സുഖമില്ല, വയ്യായി. നിങ്ങൾക്ക് വയ്യേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് മാനസികമായിട്ട് അല്പം വിഷമങ്ങളൊക്കെ ഉണ്ട്. അത് പണ്ടേ ഉള്ളതാ മാനസിക രോഗം. മാനസിക രോഗമല്ല, കുറച്ച് ടെൻഷൻ വന്നപ്പോ എന്താന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യൂ, കുറച്ച് മരുന്ന് മേടിച്ചോണ്ട് വരും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്. ഈ പെയിന് ജോയിന്റിൽ അടിക്കുന്ന സ്പ്രേ ഉണ്ടല്ലോ, അത് വേണം അവക്ക്. അതേപോലെ ആ പനിക്കുള്ള ഒരു ജലദോഷത്തിന്റെ മരുന്ന് മേടിച്ചോണ്ട് വരണം. കാര്യം മണിക്കൂറിനെ വിളിച്ചോണ്ട് പോ. ആ ബെസ്റ്റ്. മണിക്കൂർ ചേട്ടന് മേലുവേദന എന്ന് പറഞ്ഞിട്ട് കിടക്കണം. എന്താ ആർക്കും വയ്യ ഇവിടെ? എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഓരോ അസുഖങ്ങളുണ്ട്. എന്തൊന്നും ചെയ്യാണെന്ന് നോക്കണേ. കഷ്ടകാലം. എന്നാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് വരാം. ആ പോയി. ഞാൻ മഞ്ഞുണ്ട്. എന്റെ ഭഗവാനെ, ജസ്റ്റ് മിസ്. ഒരു 2 സെക്കൻഡും കൂടെ ഞാൻ ഇരുന്നെങ്കിൽ തലനാരൊക്കെയാണ് രക്ഷപ്പെട്ടേക്കുന്നത്. തെങ്ങ് ചതിക്കൂല എന്നൊക്കെ പറയും പണ്ട്. ഭഗവാനെ, ഇതടി ഒരു ചുമ. അയ്യോ അമ്മ, അയ്യോ എനിക്ക് ഇന്നലെ ഉറങ്ങാനേ പറ്റില്ല അമ്മ. അതെങ്ങനെയാ ഉറങ്ങുന്നത്? രാത്രി മൊത്തം മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുക. അതല്ല, എനിക്ക് ഈ ചുമച്ച് ഉറങ്ങാൻ പറ്റിയില്ലെന്ന്. ഇത് എനിക്ക് ശരീരമാസകലം നല്ല വേദനയുണ്ട്. ആണോ? ഈ കൈ തന്നെ, ഈ ഇടത്തെ കൈതാ ഇങ്ങനെ പൊക്കുമ്പോ ഭയങ്കര വേദന. അങ്ങനെ പൊക്കുമ്പോ വേദനയാണെങ്കിൽ ആ കൈ വെച്ച് മലയിക്കരുത്. എന്തിനാ അങ്ങനെ പൊക്കാൻ പോണേ? എന്ന് വെച്ച് കൈ വെക്കണ്ടായി.